ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഭാഗവത സപ്താഹം തുടങ്ങണം, പ്രഭാഷണവുമായിട്ട് നടന്നാൽ പോരാ. അപ്പോൾ അത് എൻ്റെ മനസ്സിലൊരു വലിയ ഉപദേശവും ആജ്ഞയും ഒക്കെ പോലൊരു തരംഗമുണ്ടാക്കി. എങ്കിലും അതൊരു പ്രായോഗികമല്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ ആ തോന്നലോടെ തന്നെ ശരി തിരുമേനി എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ തന്നെയാണല്ലോ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും. അതെ, സ്കൂളിൽ ചെല്ലുമ്പോഴും അതെ, കോളേജിൽ ചെന്നപ്പോഴും ഒക്കെ വിവിധങ്ങളായ അഭിപ്രായത്തിൻ്റെ അവരുടെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ പഠിക്കാനും അതിനെ അപഗ്രഥിച്ച് സംസാരിക്കാനും വ്യഗ്രത കാണിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മള്ളിയൂർ തിരുമേനി പറയുമ്പോഴും അതെ, അതിനെ ഒരു വെല്ലുവിളി പോലെ എടുക്കാൻ ഒരു മനസ്സ്, അതെ, സന്തോഷമായിട്ട് സ്വീകരിച്ചൊരു മനസ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. എന്തിനേയും പെട്ടെന്ന് സ്വീകരിക്കാൻ താല്പര്യമുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണല്ലോ. അത് ഒരു നിയോഗം പോലെ. വാഹനം കാത്ത് നമ്മൾ കിടക്കുകയല്ല, വാഹനം വന്ന് ഇതിലോട്ട് കയറും എന്ന് പറയുന്ന പോലെ ഒരു പ്രതീതിയ ബാല്യകാലം പോലെ നമ്മൾ വാഹനം അന്വേഷിച്ച് പോകുന്നു, അതേ കയറി പോകുന്നതും ചെല്ലുമ്പോൾ ഒരു വാഹനം വന്നിട്ട് ഇതിൽ പോവാം എന്ന് പറയുന്നത് പോലെയുമുള്ള. അപ്പോഴും തടസ്സം പറയാതല്ലേ കയറുന്നത്? തീർച്ചയായിട്ടും ഒരു തടസ്സവും പറയാതാണ് കയറുന്നത്. അമ്മയ്ക്ക് എതിർപ്പാണെന്നറിയാമെങ്കിലും നമ്മൾ പ്രഭാഷണത്തിന് പോയി അതിൻ്റെ നന്മകൾ. പിന്നെ അത് അവസാന നിലയിലൊക്കെ വന്നപ്പോൾ അമ്മ അതിലൊരു സന്തോഷമുള്ള മനസ്സായെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അമ്പലപ്പുഴ അമ്പലത്തിൽ അമ്മ ഞാൻ ചെല്ലുന്നത് കാത്ത്, തൃശ്ശൂർന്ന് ഞാൻ ചെല്ലുന്നത് കാത്തിരുന്നു. അപ്പോൾ കുറേ നേരമായിട്ട് അമ്മ വന്നല്ലോ, അമ്മ ഇവിടുന്ന് വരികയാണ് എന്ന് അവിടുത്തെ സംഘാടകൻ ഇപ്പോഴും അത് പറയും, അവിടുത്തെ സെക്രട്ടറി പാർത്ഥസാരഥി പറയും. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പള്ളിക്ക് എന്ന് വരികയാണ്. അപ്പോൾ സുനിലിൻ്റെ വീടിനടുത്താണോ അമ്മയുടെ വീടെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഞാൻ അവൻ്റെ അമ്മയാന്ന് പറയുകയും പാർത്ഥസാരഥി വിളിച്ച് അകത്ത് കൊണ്ടുപോയി ഭഗവാനെ തൊഴിയിച്ച് ആഫീസിരുത്തി പാൽപ്പായസം കൊടുത്തതൊക്കെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പും ചേച്ചിമാരോട് പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു നിയോഗം പോലെ നടന്ന് മള്ളിയൂർ തിരുമേനി ഈ സപ്താഹം തുടങ്ങാൻ പറഞ്ഞപ്പോഴും അത് നടക്കുമോ ഒക്കെ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. കാരണം ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ പോയാൽ ഇവിടുത്തെ അവസ്ഥ എന്താവും, പിള്ളേരുടെ അവസ്ഥ എന്താവും, മറ്റേ ഈ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടും അങ്ങ് പോകുമായിരുന്നല്ലോ. പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് തുടങ്ങാൻ പറഞ്ഞ 5 വർഷം കഴിഞ്ഞ് തിരുമേനി ഓച്ചിറ അമ്പലത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ പ്രസംഗത്തിനുണ്ട്. തുടങ്ങിയില്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല തിരുമേനി, തുടങ്ങണം. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ് ചൂനാട് ഓമ്പള്ളി മഠത്തിൽ സ്വാമിയുടെ തിരുമേനിയുടെ ആചാര്യത്വത്തിൽ സപ്താഹം രുക്മിണി സ്വയംവരത്തിൻ്റെ അന്ന് എൻ്റെ പ്രഭാഷണം. അവിടെയും വെച്ച തിരുമേനി കണ്ടിട്ട് തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് അടുത്ത മാസം പിന്നെ അങ്ങ് തുടങ്ങുകയാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശബരിമലയിലെ അന്നത്തെ മേൽശാന്തിയായിരുന്ന ശംഭു അദ്യാർ തിരുമേനിയുടെ ആചാര്യത്വത്തിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണല്ലോ. പ്രസിദ്ധമായ ക്ഷേത്രം. പയ്യന്നൂരിൽ അത് തുടങ്ങുന്നു. പിന്നെ ഞാൻ വിശ്രമിച്ചിട്ടില്ല. അവിടെ നിന്നാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇപ്പം മോഹൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ദിവസം വിശ്രമിക്കാതെ സപ്താഹവുമായി സഞ്ചരിക്കാനും വിശ്രമമില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതെ, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആരോടും ഡേറ്റ് ഇല്ല എന്ന് പറയത്തില്ല. അവർ എന്നോട് എങ്ങനെയൊക്കെയാ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ, ചിലർ പറയുന്ന പോലെ തുക പറയാറില്ല, ഇന്ന് വരെ പറയാറില്ല. തരുന്നതുമായി പോയി വന്ന് വീട്ടിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഒന്ന് വിശ്രമിക്കും. അടുത്ത ദിവസം ആ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും എൻ്റെ ചിന്തയിലോ എൻ്റെ പ്രതീക്ഷയിലോ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അന്ന് മാതൃഭൂമി ആകാശവാണിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുമായിട്ടൊക്കെ ഒരു ജോലി ശ്രമിക്കാം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭഗവതിയും ഭഗവാനും ഇങ്ങനൊരു നിയോഗം. അപ്പോൾ 14 വയസ്സിൽ തുടങ്ങിയ ആ ഒരു പ്രഭാഷണ സബരിയ 50 വർഷമാണ് ഇപ്പോൾ പിന്നിട്ട്. ഓച്ചിറയിൽ ഇപ്പോൾ 50ാം പ്രസംഗത്തിൻ്റെ വാർഷികമായി. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നതും വൈക്കത്ത് നിങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ ഒരു നിയോഗം പോലെ ഒരു 4-5 യജ്ഞങ്ങൾ പല സ്ഥലങ്ങളിലായി നടത്തി. അങ്ങനെ 642 യജ്ഞങ്ങൾ പിന്നിട്ട് ഇന്നലെ വന്ന് നാളെ ഇനി പോയിരിക്കുന്നതിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ ഈ സംഭാഷണം. എന്തായാലും വലിയ അനുഗ്രഹമാണ് അങ്ങനെ വന്ന് കാണാനും.
അങ്ങയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചത്. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്. അപ്പം അങ്ങയുടെ പ്രഭാഷണങ്ങൾ ഈ സാധാരണ പ്രഭാഷണങ്ങളുടെ രീതിയല്ല. എപ്പോഴും അതിനൊരു ആനുകാലികതയുണ്ട്, പ്രായോഗികതയുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ഈ അന്തരീക്ഷത്തിന്, ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ആ ഒരു ചിന്ത ധാരയുള്ള വാക്കുകൾ അങ്ങനെ നിന്ന് വരാറ്. അത് ശരിക്കും പഠിതാക്കളെന്ന് പറയുമ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്ക് അവർക്ക് പ്രചോദനം ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അങ്ങ് മള്ളിയൂർ ശ്രീരാമ ആ നമ്മുടെ വെളുപ്പിന് അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന കൗസല്യ സുപ്രഭ എന്നുള്ള അതിൻ്റെ വർണ്ണന ഞാൻ എൻ്റെ വീട്ടിലത് പലതവണ കുട്ടികളെ ഇട്ട് കേൾപ്പിച്ചു. ആ വർണ്ണന ആവശ്യമാണ്. കാരണം എല്ലാവരും ഇത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വർണ്ണനയില്ല. ആ വർണ്ണന എപ്പോഴും പോസിറ്റീവ് തരത്തിലും കൂടെ ആകുമ്പോഴേ അത് വളരെ പ്രചോദനമാകും. ആത്മീയ രംഗത്ത് ഇത്രയും വർഷക്കാലം ഇടതടവില്ലാതെ വിശ്രമമില്ലാതെ ശ്രമിച്ചിട്ടുള്ള അങ്ങ് ഈ ആത്മീയ രംഗത്ത് അനേകായിരങ്ങൾക്ക് അങ്ങ് ഉപദേശം കൊടുത്തിട്ടുണ്ടാവും. അറിഞ്ഞും അറിയാതെയും ഉപദേശം സ്വീകരിച്ചിട്ടും ഉണ്ടാവും. അങ്ങനെയൊക്കെ ശിഷ്യഗണങ്ങളുണ്ടോ? ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ഈ പ്രഭാഷണത്തിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ട് സപ്താഹ ആചാര്യനായിട്ടിപ്പോൾ ശബരിനാഥ് ദേവപ്രിയ പത്തനംതിട്ടയാണ്, റാന്നി. അപ്പോൾ ആ രംഗത്തേക്ക് ശബരി വരാനുള്ള കാരണം നമ്മുടെ യജ്ഞമാണെന്ന് പറഞ്ഞ് വളരെ മാതൃകാപരമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യജ്ഞം നടത്തിയ സ്ഥലത്ത് അന്ന് സ്കൂളിൽ പോകാതെ 10 ദിവസം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇരുന്നു. ആ കുട്ടിയുടെ പേര് അതുൽ എന്നാണ്. അറക്കൽ ദേവീക്ഷേത്രത്തിൽ.